കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രചാരണ തിരക്കിലാണ്. തിങ്കളാഴ്ച ചിറ്റൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. സ്ഥാനാർത്ഥിക്കായി വോട്ടഭ്യർത്ഥിച്ച ചാണ്ടി ഉമ്മൻ MLA പ്രചരണത്തിന്റെ ഭാഗമായി. രാവിലെ 7 മണിക്ക് മന്നത്തുകാവിൽ ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം ചെയ്താണ് പ്രചരണത്തിന് തുടക്കമിട്ടത്. വളണ്ടിപ്പോ, പാലത്തുള്ളി, ആറാംപാടം, അയ്യമ്പതിച്ചുങ്കം, ആറ്റാംചേരി തുടങ്ങി അത്തിമണി വരെയുള്ള പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടി ചാണ്ടിയുമ്മൻ MLA വോട്ടർമാർക്കരികിലെത്തി. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന കേന്ദ്രമന്ത്രിസഭയിൽ സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കാൻ രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താഴെയിറക്കാനല്ല, സ്വന്തം ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് CPM തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഇവിടെ ജയിക്കേണ്ടത് കോൺഗ്രസിന്റെയോ UDFന്റെയോ രമ്യയുടെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണ്, നമ്മുടെ വരുന്ന തലമുറകളുടെ ആവശ്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യമാണ്. കാരണം ഇന്ന് നമ്മള് ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ നാളെ നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് എന്നെയും 2 കുട്ടികൾ വന്ന് ഷാൾ അടിയിച്ചു. 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഷാൾ അടിയിക്കുവാൻ അവസരം കിട്ടിയെന്ന് വരത്തില്ല. കാരണം നമുക്കൊന്നും ഇങ്ങനെ കൂടാൻ സാഹചര്യം ഉണ്ടാവത്തില്ലായിരിക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് രമ്യ പോരാടുന്നതെങ്കിൽ രമ്യക്കെതിരായിട്ട് നിൽക്കുന്നവർ പോരാടുന്നത് മരപ്പട്ടി മത്സരിക്കണോ അല്ല ഈനാമ്പറ്റി മത്സരിക്കണോ, ആ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി അവര് പോരാടുന്നത്. ഓൾറെഡി ബാലഞ്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചിഹ്നത്തിലൊന്നും മത്സരിക്കാൻ മേലെ ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കണം. അതിനുവേണ്ടി അവര്, പക്ഷെ നമ്മള് നരേന്ദ്രമോദി താഴെ ഇറക്കുവാനുള്ള പോരാട്ടത്തിലാ. ഒപ്പം ഞാൻ പറയും, 2004 ആവർത്തിക്കാൻ പോവാ. 2024 2004 കോൺഗ്രസ് ജയിക്കത്തില്ല എന്ന് പറഞ്ഞു, ഇന്ത്യ തിളങ്ങുന്നു പറഞ്ഞു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് ജയിച്ചു. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ, സോണിയാഗാന്ധി നേതൃത്വത്തിൽ, മൻമോഹൻ സിംഗ് നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നു. ഇന്ന് വീണ്ടും ഒരവസരമാണ്. നമുക്ക് 2024 ആവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മന്ത്രിസഭ വരും. നമുക്കൊരു വനിതാ പ്രാതിനിധ്യ മന്ത്രിസഭ വേണ്ടേ? വനിതാ പ്രതിനിധിയായിട്ട് ആ മന്ത്രിസഭയിൽ കാണേണ്ട ആളാണ് കുമാരി രമ്യ ഹരിദാസ്. ഇവിടുത്തെ മന്ത്രിമാരൊക്കെ ഇവിടെ തന്നെ നോക്കാൻ മതി. സുമേഷ് അച്യുതൻ, K. മധു, KC പ്രീത് തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.